ക്യൂബ് എന്താ സംഭവം അറിയുമ്പോൾ സോ ഗൈസ് ഇതാണ് നമ്മുടെ റൂബിക്സ് ക്യൂബ്. സോ നമ്മളിപ്പോൾ എന്താ വീഡിയോയിൽ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഫുൾ സോൾവ് ആക്കണേന്നാണ്. സോ നിങ്ങൾക്ക് മോസ്റ്റ് കേസുകൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് സോൾവ് ആക്കണേ. സോ അറിയാൻ മേലാത്തവർക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ. സോ ഗൈസ് നമുക്ക് വീഡിയോയിൽ പോകാം. ഗൈസ് ഇതാണ് നമ്മുടെ ക്യൂബ് ഗൈസ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഇത് റെഡായിട്ട് കൺസിഡർ ചെയ്യണേ, ഇത് യെല്ലോ. സോ ഇത് ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, യെല്ലോ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ എഡ്ജ്. ഇത് കാണുന്നത്, ഇത് നമ്മുടെ സൈഡ്, ഇതാണ് നമ്മുടെ സൈഡ്. സോ ഇത് നമ്മുടെ സെൻറ്റർ. സോ ഞാനിപ്പോൾ ഒരു കളർ സോൾവ് ചെയ്ത് തരാം. ഒരു കളർ അപ്പം എല്ലാവർക്കും സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ ജസ്റ്റ് കിഡിങ് അല്ല, വെറുതെ കാണിച്ചു തരാനാ എങ്ങനെയാ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, അങ്ങനത്തെ രീതിയിൽ. സോ ഞാനിപ്പോൾ കളർ ചെയ്യുന്നത് വൈറ്റാണ്. സോ ഞാനിപ്പം കോർണർ ചെയ്ത് ഇതാണ് വൈറ്റ്. സോ ഇതാണ് നമ്മുടെ സൈഡ് 4 സൈഡുണ്ട്, 4 എഡ്ജ്, പിന്നെ ഒരു കോർണർ. സോ അങ്ങനെ ഫുൾ കളർ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല, നിങ്ങൾക്കറിയില്ല അല്ലേ. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം, അത് യെല്ലോ എടുക്കണം. യെല്ലോ സെൻറ്റർ ഇത് യെല്ലോന് കൺസിഡർ ചെയ്യും. ഇത് യെല്ലോ ആണ് വിചാരിക്കുക, യെല്ലോ. അപ്പോൾ നമുക്ക് ഒരു യെല്ലോ ഇവിടെ 4 എഡ്ജിലും വൈറ്റ്, 4 എഡ്ജ്, ഒരു ഡെയ്സി എന്ന് പറയും, 4 എഡ്ജിലും ഇങ്ങനെ വൈറ്റ്. സോ നമുക്ക് വൈറ്റ് നോക്കാം. സോ വൈറ്റ് കിട്ടി, പക്ഷെ നമുക്ക് കോർണർ എടുക്കാൻ പാടില്ല, അതൊരു റൂളാണ്. ഐ മീൻ തെറ്റും, അതുകൊണ്ട് കോർണർ നമുക്ക് എടുക്കാൻ പാടില്ല. പിന്നെ കിട്ടിയില്ല, പക്ഷേ സോ നമ്മളിങ്ങനെ ആയിട്ട് കണക്ട് ചെയ്യണം. യെസ് കിട്ടി. ഇതും കൂടെ കണക്ട് ചെയ്യാനുണ്ട്. സോ നമുക്ക് JC കിട്ടി, ഡെയ്സി. സോ ഇനി എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം സെൻറ്റർ തപ്പണം. സോ നമുക്ക് ഒരു ബ്ലൂ. അപ്പോൾ ഒരു ബ്ലൂ ഇവിടെ കിട്ടിയില്ലെന്ന് വിചാരിച്ചോ. ബ്ലൂ കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിക്കുക. ബ്ലൂ കിട്ടി, 2 മാച്ചാണ് ഇതാ. ഇവിടെ ബ്ലൂവിൻ്റെ നേരെ വൈറ്റുമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് 2 പ്രാവശ്യം കറക്കണം താഴെ. സോ അതേപോലെ കളർ ചെയ്യണം. നടുക്കൂടെ തിരിച്ചാൽ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെയാവും ഈ സെൻറ്ററും. സോ ഓറഞ്ച് കിട്ടി, കണ്ടോ, ഓറഞ്ച് വൈറ്റിലായിട്ട് ചേരുന്നുണ്ട്. ഇനി റെഡ് വരുന്നുണ്ട്. സോ ഇനി ഗ്രീന് ഓൾറെഡി ഫിക്സഡാ. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. കോർണർ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകാതിരിക്കാൻ പാടില്ല. സോ ഒരു ക്രോസ് കിട്ടി ഇങ്ങനെ ചെയ്തിട്ട്, ഓറഞ്ച്, ഗ്രീൻ, റെഡ്, ബ്ലൂ, അങ്ങനെ. സോ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സോൾവ് ആക്കണം ക്രോസ്. നമ്മൾ സാധാരണ ചെയ്യാനല്ല, കുറച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. സാധാരണ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഒരു വൈറ്റ് ജസ്റ്റ് ചെയ്ത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ നോക്കി വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു കോർണർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പം ഇതൊരു വൈറ്റാണ് വിചാരിച്ചു. സോ ഈ വൈറ്റ് ഈ ബ്ലൂ സൈഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. സോ നമ്മൾ കണക്ട് ചെയ്യണം. വൈറ്റ് ഇവിടെ ബ്ലൂ ആണ്, വൈറ്റും ഇവിടെ ബ്ലൂ, 2 അടുത്തടുത്താണ്. സോ ബ്ലൂവിൽ നോക്കണം, ബ്ലൂ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ബ്ലൂയിൽ കൂടെ കണക്ട് ചെയ്യണം. ഈ ബ്ലൂ ഇവിടെ കണക്ട് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് വെച്ച് കണക്ട് ചെയ്താൽ ബ്ലൂ അങ്ങോട്ടേ ആവുള്ളൂ, ഓറഞ്ച് സൈഡേ ആവുള്ളൂ. സോ നമ്മൾ ഈ സൈഡ് വെക്കണം. ഈ സൈഡ് ആകുമ്പം നോക്ക്, ബ്ലൂ കണക്റ്റായി. സോ ഇത് ആദ്യത്തെ ഇങ്ങനെ നോക്കി വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. ഇനി ഇതിൻ്റെ സൈഡ് ഓറഞ്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇനി അടുത്ത സൈഡ് ഗ്രീനായിട്ടാണ്. സോ ഗ്രീൻ എവിടെയാ, ഗ്രീന് ഇവിടെ, ഇത് മേളിൽ കണക്ട് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇനി ഒരു കളറോടെ ഉള്ളൂ, അത് റെഡായിട്ടാണ്. റെഡായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ റെഡ് കണക്റ്റായി. സോ നമ്മൾ എല്ലാം വൈറ്റ് സോൾവ് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ്
ഫസ്റ്റ് ലെയർ കണ്ടോ. ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ സെൻറ്റർ കൂടെ മാച്ച് ആയിട്ട് കണക്ട് ചെയ്യുമ്പം നമുക്ക് ഫസ്റ്റ് ലെയർ കിട്ടി. ഫസ്റ്റ് ലെയർ. സോ ഇതാണ് ഫസ്റ്റ് ലെയർ. ഇങ്ങനത്തെ സൈഡ് എങ്ങനെയാ പറയാം. സോ ഇതാണ് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കി. സോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്ക്രാമ്പിൾ ആയിട്ട് ഒന്നുകൂടെ ചെയ്ത് എന്നെ പോലെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം സക്സീഡായി. സോ ഇതാണ് നമ്മുടെ പാർട്ട് 1. പാർട്ട് 1 എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ.